ലഹരിക്കടിമയായ ഒരു മകൻ്റെ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയാണ് ഒരച്ഛൻ്റെ മരണത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ആണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പരവൂരിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് സംഭവം. ഈ ശരത്ത് മദ്യപിച്ചുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. 4 വർഷമായി പക്ഷാഘാതം വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ശശി എന്ന് പറയുന്നത്. അദ്ദേഹം തളർന്ന് ആ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ശരത്തിൻ്റെ മകനെ വേണ്ട രീതിയിൽ അച്ഛൻ പരിചരിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിൽ ബഹളം വെക്കുകയും അതിനുശേഷം അച്ഛനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. അച്ഛൻ്റെ മുഖത്താസകലം മർദ്ദനമേറ്റ പാടുകളുണ്ട്, ശരീരത്താസകലം മർദ്ദനമേറ്റ പാടുകളുണ്ട്. പിന്നീട് അച്ഛൻ്റെ നിലവിളി കേട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ തന്നെ ഓടി വന്നാണ് ഈ മനുഷ്യനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടുത്തെ പരിശോധനയിൽ ആ മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കി പിന്നീട് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശം ഡോക്ടർമാർ നൽകുകയും ചെയ്തു. തിരിച്ച് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക്, അതായത് ശരത്തും അച്ഛൻ ശശിയുമൊക്കെ തന്നെ താമസിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നു. തുടക്കത്തിൽ ഇതൊരു അസ്വാഭാവിക മരണം എന്നാണ് പോലീസ് കരുതിയിരുന്നത്. കാരണം ബന്ധുക്കൾ നൽകിയ അല്ലെങ്കിൽ ശരത്ത് നൽകിയ മൊഴി അനുസരിച്ച് അച്ഛൻ കട്ടിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റ് അച്ഛന് മുറിവുകളുണ്ടായി, അച്ഛൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായി എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. എന്നാൽ തുടക്കത്തിൽ തന്നെ പോലീസിന് ഈ പാടുകളൊക്കെ കണ്ടപ്പോൾ സംശയമുണ്ടായിരുന്നു. പിന്നീട് കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനും ഇതിൽ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് മകൻ ശരത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ഈ വ്യക്തിയെ, ഈ അച്ഛനെ കൊന്ന ആ മകനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ തന്നെ പറയുന്നത് എല്ലാ ദിവസവും മദ്യപിച്ച് വന്ന ശരത്ത് ഇങ്ങനെ വലിയ രീതിയിൽ ബഹളമുണ്ടാക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവ് സംഭവമാണ്. ശരത്ത് ഏതെങ്കിലും തരത്തിൽ മറ്റ് അസഭ്യം പറയുകയോ മറ്റും ചെയ്യുമെന്ന് പേടിച്ച് അയൽവാസികളായിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ വീടുകളിലേക്ക് ഈ ബഹളം കേട്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതും. അതുകൊണ്ട് തന്നെ ശരത്തിൻ്റെ മർദ്ദനമേറ്റാകാം അച്ഛൻ മരിച്ചതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഈ അയൽവാസികളും എത്തിയിരുന്നു. പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ആ സംശയം ബലപ്പെടുത്തുന്നതായി. ശരീരത്താസകലം മുഖം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് എന്ന് ആണ് പോലീസ് പറയുന്നത്. പൂർണ്ണമായും ആ മനുഷ്യനെ 4 വർഷമായി കിടക്കയിൽ തന്നെ തളർന്നു കിടക്കുന്ന ഒരു അച്ഛനെയാണ് ഈ മനുഷ്യൻ, ഈ വ്യക്തി ശരത്തെന്ന് പറയുന്ന മനുഷ്യനെന്ന് പറയാൻ പോലും സാധിക്കില്ല, ഈ വ്യക്തി ശരത്തെന്ന് പറയുന്ന ആൾ തല്ലിക്കൊന്നതെന്ന് പറയേണ്ടി വരും. ആ മനുഷ്യൻ എത്രത്തോളം വേദന സഹിച്ചു കാണും. കാര്യം ഒരു മകൻ്റെ ഭാഗത്തു നിന്നാണ്, മദ്യലഹരിയിലാണെങ്കിൽ പോലും ഒരു മകൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ മരണത്തിന് വേദന തിന്ന് ഇഞ്ചിഞ്ചായി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ ശശി എന്ന് പറയുന്ന മനുഷ്യൻ്റെ. അവസാനം ഈ ശരത്ത് പറയുന്ന നരാധവനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. വിശദമായി ഇപ്പോൾ ഇനി FIR അടക്കം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, കൊലപാതക വകുപ്പുകൾ അടക്കം ചുമത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇയാളെ മറ്റ് നടപടികളിലേക്ക് പോവുക. എന്തായാലും ഏറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും മനസ്സിനെ ഏറ്റവും പിടിച്ചുലപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലം പരവൂരിലുണ്ടായത്. ഒരു മകൻ അച്ഛനെ അടിച്ചു കൊന്നിരിക്കുന്നു.